Hello my dear students, welcome to Learner's World. In this video, I am going to talk about Unit 1 Basics of Assessment. What is assessment? Assessment refers to the wide variety of methods or tools that educators use to evaluate, measure and document the academic readiness, learning progress, skill acquisition or educational needs of students. അപ്പോൾ എന്താണ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അസസ്മെൻ്റ് എന്നുള്ളത് ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ടൂൾസ് ആണ് എന്നാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേറ്റേഴ്സ് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് പ്രോഗ്രസ്, ആക്കഡമിക് റെഡിനെസ്, സ്കിൽ അക്വിസിഷൻ, എഡ്യൂക്കേഷണൽ നീഡ്സ് ഇവയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ഡോക്യുമെൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വൈഡ് വെറൈറ്റി ഓഫ് മെത്തേഡ്സ് ഓർ ടൂൾസിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ what is measurement? Measurement is a process of measuring the individual's intelligence, personality, attitudes and values, achievement and anything that can be expressed quantitatively. അപ്പോൾ മെഷർമെൻ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, അതുപോലെ വാല്യൂസ്, അച്ചീവ്മെൻറ്റ് ഇതൊക്കെ മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഷർമെൻ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യുന്ന എന്തും മെഷർമെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, then types of measurement: direct measurement, indirect measurement, then relative measurement. Then what is direct measurement? Height or length in meters, volume in liters, weight, kg or pounds could be measured directly using appropriate tools or devices. This type of measurement is known as direct measurement. അപ്പം നമുക്ക് ഒരാളുടെ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത് ഇതൊക്കെ അളക്കുന്നത് മീറ്ററിലാണ്. അതുപോലെ വോളിയം നമുക്ക് ലിറ്റേഴ്സിലാണ് പറയുന്നത്. അതുപോലെ വെയ്റ്റ് എന്ന് പറയുന്നത് കെ ജിയിലാണ്. 1 kg 2 kg അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിറക്റ്റ് മെഷർമെൻറ്റ്, നമുക്ക് ഡിറക്റ്റായിട്ട് ഇതിനൊക്കെ മെഷർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെയാണ് ഡിറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ്: ഹീറ്റ്, ലൈറ്റ്, സൗണ്ട് എക്സെട്ര cannot be measured directly but measured only through the effects they produce. Such kinds of measurement are called indirect measurement. ഇനി ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹീറ്റ്, ലൈറ്റ്, സൗണ്ട്, അതായത് നമ്മളിപ്പോൾ ഒരു ഗ്യാസിൽ വെച്ചിട്ടുള്ളൊരു പാത്രം, ചൂടുള്ള ഒരു പാത്രത്തിൽ നമ്മുടെ കൈ തൊട്ട് പോയാൽ നമുക്കത് നമ്മുടെ കയ്യിൽ ചൂട് അനുഭവപ്പെടും. പക്ഷെ അത് എത്രത്തോളം ചൂടുണ്ട്, ഹീറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അതൊരു ഇൻഡയറക്റ്റ് മെഷർമെൻ്റ് ആണ്. പക്ഷേ നമ്മളത് മെഷർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? ആ ഒരു ഹീറ്റ് നമുക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് നമ്മളതിൻ്റെ മെഷർമെൻറ്റ് കണക്കാക്കുന്നത്. നല്ല ചൂടുണ്ടോ കുറഞ്ഞ ചൂടാണോ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഹീറ്റ്, ലൈറ്റ്, സൗണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ കഴിയില്ല. അതിനെയാണ് ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം നമ്മളിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, then relative measurement: students' achievement, intelligence, etc. are measured only by comparing them with those of his peers. These are called relative measurement. ഇനി റിലേറ്റീവ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ്, ഇൻ്റലിജൻസ് ഒക്കെ അവരെ മറ്റൊരു കുട്ടിയുമായിട്ട്, അവരുടെ പിയറുമായിട്ട് കമ്പയർ ചെയ്യുന്ന മെഷർമെൻറ്റിനെയാണ് റിലേറ്റീവ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then what is evaluation? Evaluation is a systematic process of collecting, analyzing and interpreting information to determine how much instructional objectives the learner has to achieve. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത്, അതായത് ഇവാലുവേഷൻ എന്നുള്ളത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. അതായത് ഒരു സ്റ്റുഡൻറ്റ്, ഒരു ലേണർ എത്രത്തോളം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിൽ ആദ്യം കളക്ട് ചെയ്യുന്നുണ്ട്, ദെൻ അനാലിസിസ് ചെയ്യുന്നുണ്ട്, ദെൻ ഇൻ്റർപ്രറ്റും ചെയ്യുന്നുണ്ട്. ഇൻഫോർമേഷൻ ആദ്യം കളക്ട് ചെയ്യുന്നുണ്ട്, ദെൻ ഇൻഫോർമേഷൻ അനലൈസ് ചെയ്യുന്നുണ്ട്, ദെൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ലേണർ എത്രത്തോളം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത്. ഇതിനെയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. Evaluation is judged into value of something. It can be determined whether it value or not. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്തിനെങ്കിലും ജഡ്ജ് ചെയ്യുക, അതിൻ്റെ വാല്യൂവിനെ ജഡ്ജ് ചെയ്യുന്നതിനാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്.
അങ്ങനെ ജഡ്ജ് ചെയ്തതിന് ശേഷമാണ് ഇത് വാല്യൂ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, evaluation is judged into value of something. It can be determined whether it value or not. Evaluation is more broader and comprehensive than assessment. അപ്പോൾ അസസ്മെൻറ്റിനേക്കാളും മോർ ബ്രോഡർ ആണ്, അതുപോലെ കോംപ്രഹെൻസീവ് ആണ്. കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ നല്ല അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്നാണ് പറയുന്നത്. ദാൻ അസസ്മെൻറ്റിനേക്കാളും ഇവാലുവേഷൻ ഇൻക്ലൂഡ് അസസ്മെൻറ്റ്. അപ്പോൾ ഇവാലുവേഷനിൽ അസസ്മെൻ്റ് കൂടെ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പർപ്പസ് ഓഫ് അസസ്മെൻറ്റ്. ഇനി അസസ്മെൻറ്റിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അസസ് ലേണിംഗ് ഔട്ട്കം ഓഫ് ചിൽഡ്രൻ. അപ്പോൾ കുട്ടികളിലെ ലേണിംഗ് ഔട്ട്കം, ലേണിംഗ് റിസൾട്ട് അസസ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് ഉണ്ട്. അതുപോലെ അസസ്മെൻറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ഐഡൻറ്റിഫൈ ദ ലേണിംഗ് ഡിഫിക്കൽട്ടി ഓഫ് ദ സ്റ്റുഡൻസ്. അതുപോലെ അസസ്മെൻറ്റിലൂടെ ഇവിടെ ഹെൽപ്പ് എന്ന് പറയുന്നതിൽ മിസ്സായിട്ടുണ്ട് കേട്ടോ, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് നടത്തുന്നതിലൂടെ ടീച്ചർക്ക് സ്റ്റുഡൻസിലുള്ള ലേണിംഗ് ഡിഫിക്കൽറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതുപോലെ ഇറ്റ് ഷോസ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ്. അതുപോലെ അസസ്മെൻറ്റിലൂടെ ടീച്ചർക്ക് സ്റ്റുഡൻസിൻ്റെ ലേണിങ്ങിലുള്ള അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൊവൈഡ് ഫീഡ്ബാക്ക് വിത്ത് ടീച്ചേഴ്സ് റിഗാർഡിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ടീച്ചിങ്. അതുപോലെ ടീച്ചറുടെ ആ ഒരു ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സിന് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അസസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഗ്രേഡ് ദ സ്റ്റുഡൻസ്. അസസ്മെൻറ്റിലൂടെ സ്റ്റുഡൻസിനെ നമുക്ക് ഗ്രേഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രൊവൈഡ് പ്ലേസ്മെൻറ്റ്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റ്. ഇനി അസസ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അസസ്മെൻറ്റ് ഈസ് എ പ്രോസസ്. ഇറ്റ് ഇംപ്രൂവ്സ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ലേണർ. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, അത് ലേണറുടെ അച്ചീവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അസസ്മെൻറ്റ് ഈസ് ദ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ്ങിൻ്റെയും ലേണിങ്ങിൻ്റെയും ഇൻറ്റഗ്രൽ പാർട്ടാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ഷുഡ് ബി വാലിഡ് ആൻഡ് റിലയബിൾ. അസസ്മെൻറ്റ് എന്തായിരിക്കണം? വാലിഡ് ആയിരിക്കണം, അതുപോലെ റിലയബിൾ ആയിരിക്കണം, വിശ്വസ്തമായിരിക്കണം. ദെൻ അസസ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സ്യൂട്ടബിൾ ടെക്നിക് ഓഫ് ഇവാലുവേഷൻ ഷുഡ് ബി യൂസ്ഡ്. അതായത് അസസ്മെൻറ്റിൽ സ്യൂട്ടബിൾ ടെക്നിക്ക്, ഇവാലുവേഷൻ്റെ സ്യൂട്ടബിൾ ടെക്നിക്സ് യൂസ് ചെയ്യണം. വെറൈറ്റി ഓഫ് ഇവാലുവേഷൻ ടെക്നിക് ഷുഡ് ബി യൂസ്ഡ്. ഇവാലുവേഷൻ ടെക്നിക്സിൻ്റെ വെറൈറ്റീസ് നമുക്ക് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ് അസസ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ്. ദെൻ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. ഫോർമാറ്റീവ് അസസ്മെൻറ്റ്. വാട്ട് ഇസ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്? ഫോർമാറ്റീവ് അസസ്മെൻറ്റ് റെഫേഴ്സ് അസസ്മെൻറ്റ് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഫോർമാറ്റീവ് അസസ്മെൻറ്റും സമ്മാറ്റീവ് അസസ്മെൻറ്റും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, അത് മാറിപ്പോകാൻ പാടില്ല. ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് റെഫേഴ്സ് അസസ്മെൻറ്റ് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അതായത് ടീച്ചിങ് ആൻഡ് ലേണിൻ്റെ ആ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ നടക്കുന്നതാണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നടക്കുന്ന അസസ്മെൻ്റാണ് ഫോർമാറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. ഇതെന്താണ്? ഒരു ഓൺ ഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഗ്രേഡിങ്. ഈ ഒരു ഫോർമാറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടികളെ ഗ്രേഡ് ചെയ്യാനുള്ളതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, then features of formative assessment. It is used for monitoring students learning progress during the period of teaching. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റിനുള്ളത് നോക്കാം. എന്താണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്? അതായത് ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോ ഇതൊക്കെ ഫോർമാറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മോണിറ്ററിങ് സ്റ്റുഡൻസ് ലേണിംഗ് പ്രോഗ്രസ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ടീച്ചിങ്. ഇത് എന്താണ് ചെയ്യുന്നത്? അതായത് ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാനാണ് ഈ ഒരു ഫോർമാറ്റീവ് അസസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് റിഗാർഡിംഗ് ദെയർ ലേണിംഗ് പ്രോഗ്രസ് ആൻഡ് ദസ് ഹെൽപ്സ് ദെം ടു റെക്ടിഫൈ ദെയർ മിസ്റ്റേക്ക്. അതുപോലെ ഈ ഒരു ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് നൽകുന്നുണ്ട് സ്റ്റുഡൻസിന്. അതായത് ഈ ഒരു ലേണിംഗ് പ്രോഗ്രസ്സിൽ
സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് പ്രോഗ്രസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് നൽകുന്നുണ്ട്. അത് അവർക്ക് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ, അത് തിരുത്താനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ടീച്ചേഴ്സ് സോ ദാറ്റ് ദേ കുഡ് മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദെയർ ടീച്ചിങ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് കിട്ടുന്ന ഫീഡ്ബാക്ക് പോലെ തന്നെ ടീച്ചേഴ്സിനും ആ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അത് അവർക്ക് അവരുടെ ടീച്ചിങ്ങിൽ നെസസറി ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ it may be in the form of questions put to students during classroom instruction, home assignments given to students, everyday to test how far students have understood or have been taught in the class that day. അതായത് ഈ ഒരു ഫോർമാറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നത്, അതായത് ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ വേണമെങ്കിൽ സ്റ്റുഡൻസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് ഫോർമാറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നതാണ്. അതുപോലെ അസൈൻമെൻറ്റ്സ് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും ചെറിയ ടെസ്റ്റുകൾ നടത്താം. അതുപോലെ ക്ലാസ്സിൽ എന്താണ് മനസ്സിലായത്, ടീച്ചർ എടുത്ത ആ ഒരു ലെസണിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് മനസ്സിലായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഫോർമാറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് യൂസ് ടു ടെസ്റ്റ് ഹൗ വെൽ സ്റ്റുഡൻസ് ലേൺ വാട്ട് ആർ ബീങ് തോട്ട് ആസ് എ പ്രോസസ് ഓഫ് ടീച്ചിങ് ഈസ് ഗോയിങ് ഓൺ. അതായത് ടീച്ചർ ആ ഒരു ടീച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്റ്റുഡൻസിന് എത്രത്തോളം കാര്യങ്ങൾ, ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എയിംസ് ടു ഇംപ്രൂവ് സ്റ്റുഡൻറ്റ് ലേണിംഗ് ആൻഡ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ ഗ്രേഡിംഗ് സ്റ്റുഡൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ലേണിംഗ് അച്ചീവ്മെൻറ്റ്. ഫോർമാറ്റീവ് അസസ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ അവരുടെ അച്ചീവ്മെൻറ്റിനനുസരിച്ച് അവരെ ഗ്രേഡ് ചെയ്യുക എന്നുള്ളതല്ല എന്നാണ് പറയുന്നത്. ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ഹെൽപ്സ് ഇൻ സസ്റ്റെയിനിങ് സ്റ്റുഡൻസ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. അതുപോലെ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് സ്റ്റുഡൻസിൽ ലേണിംഗ് മോട്ടിവേഷൻ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് റെഡ്യൂസസ് സ്റ്റുഡൻസ് ടെസ്റ്റ് ആങ്സൈറ്റി. അതുപോലെ ഈ ഒരു ഫോർമാറ്റീവ് അസസ്മെൻറ്റിലൂടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ടെസ്റ്റ് ആങ്സൈറ്റി കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ സമ്മാറ്റീവ് അസസ്മെൻറ്റ്. എന്താണ് സമ്മാറ്റീവ് അസസ്മെൻറ്റ്? അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഫോർമാറ്റീവ് അസസ്മെൻ്റ് ആയിരുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് ആയിരുന്നു. ഇനി എന്താണ് സമ്മാറ്റീവ് അസസ്മെൻറ്റ്? അസസ്മെൻറ്റ് ഡൺ അറ്റ് ദ എൻഡ് ഓഫ് ദ യൂണിറ്റ് ഓർ കോഴ്സ്. അപ്പോൾ എന്താണ് സമ്മാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ നമ്മളുടെ കോഴ്സിൻ്റെ എൻഡിൽ ഒക്കെ നടത്തുന്ന ഒരു അസസ്മെൻ്റാണ് സമ്മാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്തായിരുന്നു? ടീച്ചർ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ നടത്തുന്ന അസസ്മെൻ്റാണ്. അതായത് ടീച്ചർ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, ഞാനിപ്പോൾ എടുത്ത കാര്യങ്ങളിൽ നിന്ന് എന്താ മനസ്സിലായതെന്ന് ചോദിക്കുന്നത്, അതുപോലെ അസൈൻമെൻറ്റ്സ് കൊടുക്കുന്നതൊക്കെ ആയിരുന്നു ഫോർമാറ്റീവ് അസസ്മെൻറ്റ്. എന്നാൽ സമ്മാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു യൂണിറ്റിൻ്റെ എൻഡിൽ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ എൻഡിൽ നടത്തുന്ന എക്സാംസ്, ഇതൊക്കെയാണ് സമ്മാറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഗ്രേഡ് ദ സ്റ്റുഡൻറ്റ്. അതായത് സ്റ്റുഡൻസിനെ ഗ്രേഡ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സെമസ്റ്റർ എക്സാം, ആനുവൽ എക്സാം, ഇതൊക്കെ സമ്മാറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നതാണ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് സമ്മാറ്റീവ് അസസ്മെൻറ്റ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് സമ്മാറ്റീവ് അസസ്മെൻറ്റിന് ഉള്ളത് നോക്കാം. ഇറ്റ് ഈസ് ജനറലി ക്യാരിഡ് ഔട്ട് അറ്റ് ദ എൻഡ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷണൽ പീരിയഡ് കണ്ടക്ടിങ് ക്വാർട്ടർലി എക്സാമിനേഷൻ, ഹാഫ് ഇയർലി എക്സാമിനേഷൻ, ആനുവൽ എക്സാമിനേഷൻ, സെമസ്റ്റർ എക്സാമിനേഷൻ എക്സെട്ര. അപ്പോൾ ഈ ഒരു സമ്മാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഇൻസ്ട്രക്ഷണൽ പീരീഡിൻ്റെ എൻഡിൽ, ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷണൽ പീരീഡിൻ്റെ എൻഡിൽ നടത്തുന്ന ഒരു അസസ്മെൻ്റാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. അതിൽ മേ ബി ക്വാർട്ടർലി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതോ, ഹാഫ് ഇയർലി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതോ, ആനുവൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതോ, ഇപ്പോൾ നമ്മുടെ സെമസ്റ്റർ സിസ്റ്റം വന്നതോടുകൂടി സെമസ്റ്റർ എക്സാം കണ്ടക്ട് ചെയ്യുന്നതോ, യൂണിറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതോ ഒക്കെ സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ വരാമെന്നാണ് പറയുന്നത്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് കുഡ് ബി യൂസ് ടു ഗ്രേഡ് സ്റ്റുഡൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ലെവൽ ഓഫ് ലേണിംഗ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റ്, അതായത് സ്റ്റുഡൻസിനെ ഗ്രേഡ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണ്? അവരുടെ ലേണിംഗ് അച്ചീവ്മെൻറ്റിൻ്റെ ബേസിലാണ് സ്റ്റുഡൻസിനെ ഗ്രേഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ യൂസസ് ഓഫ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്തൊക്കെയാണ് നോക്കാം.
ടു ഐഡൻറ്റിഫൈ ദ പ്രസൻറ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷണൽ പ്രൊഫിഷ്യൻസി ഓഫ് സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസിൻ്റെ പ്രസൻറ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷണൽ പ്രൊഫിഷ്യൻസി ഐഡൻറ്റിഫൈ ചെയ്യാൻ സമ്മേറ്റീവ് അസസ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ടു ക്ലാസിഫൈ സ്റ്റുഡൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ലേണിംഗ് അച്ചീവ്മെൻറ്റ്. അതായത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് അച്ചീവ്മെൻറ്റിൻ്റെ ബേസിൽ സ്റ്റുഡൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ, അതായത് നല്ല മാർക്കുള്ള കുട്ടി ഒരു ഗ്രൂപ്പ്, ആവറേജുള്ളൊരു കുട്ടി ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സമ്മേറ്റീവ് അസസ്മെൻറ്റ് വേണം എന്നാണ് പറയുന്നത്. ദെൻ ടു ടേക്ക് ദ ഡിസിഷൻ വെദർ ഓർ നോട്ട് ടു പ്രൊമോട്ട് ദ സ്റ്റുഡൻറ്റ് ടു ദ നെക്സ്റ്റ് ഹയർ ക്ലാസ്. അതുപോലെ 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി 6ാം ക്ലാസ്സിലേക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അത് എന്ത് അസസ് ചെയ്യണം? സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്തണം. എന്നാലേ ആ കുട്ടി എലിജിബിൾ ആണോ അല്ലേ എന്നുള്ള തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹയർ ക്ലാസ്സിലേക്ക് ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്തണം എന്നാണ് പറയുന്നത്. ദെൻ ടു ഡിസൈഡ് ദ ഫർദർ കോഴ്സ് ഓഫ് ദ എഡ്യൂക്കേഷൻ ജേർണി ഓഫ് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദ മാർക്സ് ഓർ ഗ്രേഡ്സ് ഒബ്റ്റെയിൻഡ്. അതുപോലെ സ്റ്റുഡൻസിന് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ അവരുടെ മാർക്സ് ഗ്രേഡ്സൊക്കെ അവർ നേടിയിട്ടുള്ള മാർക്സ് ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏത് ഹയർ കോഴ്സിന് പോകണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ +2 അല്ലെങ്കിൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകണം എന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രേഡ് മാർക്ക്, അവർക്ക് നേടിയിട്ടുള്ള ഗ്രേഡ് മാർക്ക് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഡിസിഷൻ എടുക്കാം. ഇതൊക്കെ സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ടു ഫൈൻഡ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അതുപോലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഓവറോൾ പെർഫോമൻസ് ഫൈൻഡ് ചെയ്യാൻ സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഒക്കെ ഡ്യൂറിങ് എ ലേണിംഗ് ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇടയിലാണ് സംഭവിക്കുന്നത്. ദെൻ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഒക്കെ അത് എൻഡ് ഓഫ് എ ലേണിംഗ് ആക്ടിവിറ്റി. ഒരു ലേണിംഗ് ആക്ടിവിറ്റിയുടെ എൻഡിലാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടക്കുന്നത്. ഒരു കോഴ്സിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ എൻഡിൽ ഇതൊക്കെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടക്കുന്നത്. ദെൻ എയിം ഓഫ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ഈസ് ടു മോണിറ്റർ സ്റ്റുഡൻറ്റ് ലേണിംഗ്. അതായത് ഫോർമാറ്റീവ് അസസ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ലേണിംഗ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എയിം ടു ഇവാലുവേറ്റ് സ്റ്റുഡൻറ്റ് ലേണിംഗ്. സ്റ്റുഡൻറ്റിൻ്റെ ലേണിംഗ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിനുള്ളത്. ദെൻ നെക്സ്റ്റ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് ഫീഡ്ബാക്ക്. അതായത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് സ്റ്റുഡൻസിന് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ ടീച്ചേഴ്സിനും ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഇൻ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഈൽഡ് എ സ്പെസിഫിക് സ്കോർ ഓർ റിസൾട്ട്. പക്ഷേ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഇപ്പം നമ്മുടെ ഒരു സെമസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിനെന്താണ് ഒരു സ്പെസിഫിക് സ്കോർ അല്ലെങ്കിൽ ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് മേ ഓക്കർ സെവറൽ ടൈംസ് ഡ്യൂറിങ് എ കോഴ്സ് യൂണിറ്റ്. അപ്പോൾ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ ഒരുപാട് തവണ നടക്കുന്ന ഒന്നാണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. വേറാസ് സമ്മേറ്റീവ് മേ ഒക്കെ ഫ്യൂ ടൈംസ് ഓവർ ദ കോഴ്സ് ഓഫ് ദ അക്കാഡമിക് ഇയർ. പക്ഷേ ഒരു അക്കാഡമിക് ഇയറിൽ കുറച്ച് ഫ്യൂ ടൈംസ് മാത്രമേ സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടക്കുന്നുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഒരു ബാച്ചിലർ ഓഫ് ഡിഗ്രി ആണെങ്കിൽ സെമസ്റ്റർ വൈസിൽ മാത്രമേ സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടക്കുന്നുള്ളൂ, ഫ്യൂ ടൈംസ് മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ആ ഒരു ഓവർ ദ കോഴ്സ് ഓഫ് ദ അക്കാഡമിക് ഇയറിൻ്റെ ഫ്യൂ ടൈംസിൽ മാത്രമേ സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടക്കുന്നുള്ളൂ. ദെൻ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ക്യാൻ യൂസ് എ വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ്. അതായത് ഫോർമാറ്റീവ് അസസ്മെൻറ്റിൽ വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് യൂസ് ചെയ്യാം. വെറാസ് ഇൻ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ക്യാൻ ഓൺലി യൂസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ്. ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ് മാത്രമേ സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ another type of assessment is assessment for learning. Assessment for learning involves the use of information about student progress to support and improve students' learning. It usually occurs throughout the teaching and learning process to clarify students' learning and understanding. അപ്പോൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ് സ്റ്റുഡൻസിൻ്റെ
പ്രോഗ്രസ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ, അതുപോലെ സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് അസസ്മെൻറ്റ് ഫോറിൽ ലേണിംഗ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, it usually occurs throughout the teaching and learning process to clarify student learning and understanding. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് യൂസ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ്, അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇടയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അതായത് സ്റ്റുഡൻറ്റ് പ്രോഗ്രസ്, അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ, അതുപോലെ സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഇഫക്റ്റീവ് ഫീഡ്ബാക്ക്. ഇതെന്ത് നൽകുന്നുണ്ട്? ഒരു ഇഫക്റ്റീവ് ഫീഡ്ബാക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് പോലെ തന്നെയാണ് ഈ ഒരു അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റുഡൻസിനൊരു ഇഫക്റ്റീവ് ഫീഡ്ബാക്ക് നൽകുന്നുണ്ട്. Then encourage self-assessment and peer assessment as part of the regular classroom routines. അതുപോലെ റെഗുലർ ക്ലാസ് റൂം റൂട്ടീൻസിൽ ഒരു സെൽഫ് അസസ്മെൻറ്റ്, പിയർ അസസ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിൽ എന്നാണ് പറയുന്നത്. ദെൻ സംടൈംസ് ഇറ്റ് റെഫർ ടു ആസ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്. ചില സമയത്ത് ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, then assessment of learning. എന്താണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്? ഇറ്റ് ഈസ് യൂസ് ടു ഇവാലുവേറ്റ് സ്റ്റുഡൻറ്റ് ലേണിംഗ്, സ്കിൽ അക്വിസിഷൻ ആൻഡ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് യൂസ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്? സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഇവാലുവേറ്റ് ചെയ്യുകയും അതുപോലെ അവരുടെ സ്കിൽ അക്വിസിഷൻ, അക്കാഡമിക് അച്ചീവ്മെൻറ്റ്, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സമ്മാറ്റീവ് ഇവാലുവേഷൻ, ടേം ആൻഡ് അസസ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളവയാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് യൂഷ്വലി occurs during a teaching work or at the end of a unit, term or semester and may be used to rank or grade students. അപ്പോൾ ഇത് എപ്പോഴാണ് നടക്കുന്നത് ഈ ഒരു അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്? അതായത് ഒരു യൂണിറ്റിൻ്റെ എൻഡിൽ, അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിൻ്റെ എൻഡിൽ, ടേം എൻഡ് എക്സാം, സെമസ്റ്റർ എക്സാം ഒക്കെ നടക്കുന്നില്ല, അതൊക്കെ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിൽ വരുന്നതാണ്. ഇറ്റ് ഫോക്കസ് ഓൺ വാട്ട് ദ സ്റ്റുഡൻസ് ഹാസ് ലേൺ അറ്റ് ദ എൻഡ് ഓഫ് എ യൂണിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഫോക്കസ് ചെയ്യുന്നത്, അതായത് ഒരു യൂണിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ എൻഡിങ്ങിൽ എന്താണ് സ്റ്റുഡൻസ് ലേൺ ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ഒക്കേഴ്സ് വെൻ സ്റ്റുഡൻസ് ആർ ദെയർ ഓൺ അസസേഴ്സ്. അതായത് ഈ ഒരു അസസ്മെൻറ്റ് ആസ് ലേണിംഗിൽ പറയുന്നത് സ്റ്റുഡൻസ് അവരെ തന്നെ അസസ് ചെയ്യുന്നതിനെയാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് മോണിറ്റർ ദെയർ ഓൺ ലേണിംഗ് ആസ് ക്വസ്റ്റ്യൻസ്. അതായത് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു? അവരുടെ ലേണിങ്ങിനെ അവർ മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ അവരോട് തന്നെ അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന, അവരെ അസസ് ചെയ്യുന്നതിനെയാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിന് സെൽഫ് അസസ്മെൻ്റ് എന്നും പറയാം. ഇറ്റ് ഓൾസോ എൻകറേജ് സെൽഫ് അസസ്മെൻറ്റ്, പിയർ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ആൻഡ് യൂസ് എ റേഞ്ച് ഓഫ് സ്ട്രാറ്റജീസ് ടു ഡിസൈഡ് വാട്ട് ദേ നോ ആൻഡ് ക്യാൻ ഡു ആൻഡ് ഹൗ ടു യൂസ് അസസ്മെൻറ്റ് ഫോർ ന്യൂ ലേണിംഗ്. അതുപോലെ ഈ ഒരു അസസ്മെൻറ്റ് ആസ് ലേണിംഗ് സെൽഫ് അസസ്മെൻറ്റ് എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ തന്നെ അസസ് ചെയ്യുക. അതുപോലെ പിയർ അസസ്മെൻറ്റ് എൻകറേജ് ചെയ്യുന്നുണ്ട്. പിയർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ പിയേഴ്സിനെ, നമ്മളുടെ ഫ്രണ്ട്സിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ് പിയർ അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവാലുവേഷൻ ആൻഡ് യൂസ് എ റേഞ്ച് ഓഫ് സ്ട്രാറ്റജീസ് ടു ഡിസൈഡ് വാട്ട് ദേ നോ ആൻഡ് ക്യാൻ ഡു ആൻഡ് ഹൗ ടു യൂസ് അസസ്മെൻറ്റ് ഫോർ ന്യൂ ലേണിംഗ്. അതുപോലെ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു അസസ്മെൻറ്റ് ആസ് ലേണിങ്ങിലൂടെ. അതുപോലെ എന്തൊക്കെ സ്ട്രാറ്റജീസ്, ഇനി കൂടുതൽ ന്യൂ ലേണിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ്, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അവർ ഡിസൈഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു അസസ്മെൻറ്റ് ആസ് ലേണിങ്ങിലാണ് എന്നാണ് പറയുന്നത്. ദെൻ സ്റ്റേജസ് ഓഫ് ആൻ അസസ്മെൻറ്റ് പ്രോഗ്രാം. ഇനി അസസ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ സ്റ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ്സ്.
സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് മെത്തേഡ്സ് ആർ സെലക്റ്റഡ് ബേസ്ഡ് ഓൺ ദ ലേണിംഗ് ഔട്ട്കം. അപ്പോൾ ലേണിംഗ് ഔട്ട്കം ബേസ് ചെയ്തിട്ടാണ് അസസ്മെൻറ്റ് മെത്തേഡ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്വസ്റ്റ്യനെയർ, പോർട്ട്ഫോളിയോ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ എക്സെട്ര. അപ്പോൾ ഈ ഒരു ലേണിംഗ് മെത്തേഡ്സ് അസസ്മെൻറ്റ് മെത്തേഡ്സിൽ വരുന്നതാണ് ക്വസ്റ്റ്യനെയർ, പോർട്ട്ഫോളിയോ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് അസസ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യേണ്ടത്. അസസ്മെൻറ്റ് മെത്തേഡ് ഷുഡ് ബി പ്രോപ്പർ ഫോർ ദ ലേണിംഗ് ഒബ്ജക്റ്റീവ് ടു ബി ഫോക്കസ്ഡ് ഇൻ ദ അസസ്മെൻറ്റ്. അപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവിന് പ്രോപ്പറായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് മെത്തേഡാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അസസ്മെൻറ്റ് മെത്തേഡ് ഷുഡ് ബി ഫെസിലിറ്റേറ്റഡ് ഇഫക്റ്റീവ് അസസ്മെൻറ്റ്. അപ്പോൾ ഇഫക്റ്റീവ് അസസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അസസ്മെൻറ്റ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ ദ സിറ്റുവേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. ദെൻ ഇറ്റ് ഷുഡ് സപ്പോർട്ട് ദ ലേണർ ഡെവലപ്മെൻറ്റ്. എന്തുകൂടെ വേണം, ലേണർ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് അസസ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റേജ് കളക്ഷൻ ഓഫ് അസസ്മെൻറ്റ് ഇൻഫോർമേഷൻ. Assessment information means relevant information about the student's performance in relevant area, including school records about the behavior of students, their achievement, performance, their progress in relevant area. അപ്പോൾ അസസ്മെൻറ്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സ്റ്റെപ്പ് 2 പറയുന്നത്, സ്റ്റേജ് 2 പറയുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് റെലവൻറ്റ് ഇൻഫോർമേഷനാണ്. അത് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള റെലവൻറ്റ് ഇൻഫോർമേഷനാണ്, പ്രസക്തമായിട്ടുള്ള ഇൻഫോർമേഷനാണ് അസസ്മെൻറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് സ്കൂൾ റെക്കോർഡ്സ്, അതായത് സ്റ്റുഡൻസിൻ്റെ ബിഹേവിയർ കാണിക്കുന്ന സ്കൂൾ റെക്കോർഡ്സ്, ദെയർ അച്ചീവ്മെൻറ്റ്, അവരുടെ അച്ചീവ്മെൻറ്റ് കാണിക്കുന്ന റെക്കോർഡ്സ്, പെർഫോമൻസ്, അതുപോലെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉള്ള പ്രോഗ്രസ്, റെലവൻറ്റ് ഏരിയയിലുള്ള, അതായത് ഒരു റെലവൻറ്റ് പ്രസക്തിയുള്ള ഒരു ഏരിയയിലുള്ള പ്രോഗ്രസ്, ഇതൊക്കെയാണ് ഈ ഒരു അസസ്മെൻറ്റ് ഇൻഫോർമേഷനിൽ വരുന്നത്. ഓക്കെ, കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ഈസ് വെരി റെലവൻറ്റ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ക്യാൻ ബി ഡൺ ത്രൂ സിസ്റ്റമാറ്റിക് മെത്തേഡ് ലൈക്ക് ക്വസ്റ്റ്യനെയർ, കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ എക്സെട്ര. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ കളക്ഷന് വേണമെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് മെത്തേഡിലൂടെ ചെയ്യാമെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യനെയറിലൂടെയോ കേസ് സ്റ്റഡി നടത്തിയിട്ടോ ഇൻ്റർവ്യൂ ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാം. ഓക്കെ, അക്യുറസി ഓഫ് ദ അസസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ അക്യുറേറ്റ് ഡാറ്റ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡാറ്റ ആണ് ഈ ഒരു അസസ്മെൻറ്റിൻ്റെ അക്യുറസി, കൃത്യത തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. The next stage, judging and scoring of student performance. Assessment information about the student's performance is systematically scored. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തു സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള. ഇനി അത് എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക്കലി സ്കോർ ചെയ്യണം. സ്കോറിംഗ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് റെലവൻറ്റ് ക്രൈറ്റീരിയ ആൻഡ് അസസ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ഇൻവോൾവ്, അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആൻഡ് മാർക്സ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഈ ഒരു സ്കോറിംഗ് എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ അസസ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു മാർക്സ് ഒബ്റ്റെയിൻ ചെയ്തത്, അതായത് സ്കോർ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ സമ്മറൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. അസസ്മെൻറ്റ് ക്യാൻ ബി ഡൺ 2 ways. അതായത് ഈ ഒരു റിസൾട്ട് സമ്മറൈസ് ചെയ്യുന്നതും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് ഇവിടെ പറയുന്നത്. അസസ്മെൻറ്റ് ക്യാൻ ബി ഡൺ 2 ways. നമുക്ക് അസസ്മെൻറ്റ് 2 രീതിയിൽ ചെയ്യാം. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് അസസ്മെൻറ്റ്, ദെൻ നോം റെഫറൻസ്ഡ് അസസ്മെൻറ്റ്. ദെൻ വാട്ട് ഈസ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് അസസ്മെൻറ്റ്? ഇറ്റ് ഈസ് അസസ്മെൻറ്റ് അഗെയിൻസ്റ്റ് സം പ്രീ ഡിറ്റർമൈൻഡ് ക്രൈറ്റീരിയ. അപ്പോൾ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ക്രൈറ്റീരിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റിനെയാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സെമസ്റ്റർ എക്സാം, ഡിഗ്രി എക്സാം. ദെൻ നോം റെഫറൻസ്ഡ് അസസ്മെൻറ്റ്. It is a type of assessment which rank a candidate in comparison with the performance of other candidate who took the same test. അപ്പോൾ എങ്ങനെയാണ് നോം റെഫറൻസ്ഡ് അസസ്മെൻറ്റ് നടത്തുന്നത്? അതായത്
ഒരു കാൻഡിഡേറ്റിൻ്റെ റാങ്ക് അസസ് ചെയ്യുന്നത്, അതായത് ആ ഒരു സെയിം ടെസ്റ്റിൽ ഉള്ള ഒരു പിയർ കാൻഡിഡേറ്റിൻ്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഒരു കാൻഡിഡേറ്റിൻ്റെ റാങ്ക് അസസ് ചെയ്യുന്നത്. ഇതിനെയാണ് നോം റഫറൻസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് റിസൾട്ട് ഓഫ് എ കാൻഡിഡേറ്റ് ഈസ് ഇൻ്റർപ്രറ്റഡ് വിത്ത് റെഫറൻസ് ടു റിസൾട്ട് ഓഫ് അതർ കാൻഡിഡേറ്റ്. അതായത് ഒരു കാൻഡിഡേറ്റിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ആ സെയിം ടെസ്റ്റ് ചെയ്തിട്ടുള്ള വേറൊരു കാൻഡിഡേറ്റിൻ്റെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എൻട്രൻസ് എക്സാം. ദെൻ ലാസ്റ്റ് സ്റ്റേജസ് റിപ്പോർട്ടിംഗ് ഓഫ് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്. ആഫ്റ്റർ ദ അസസ്മെൻറ്റ് ദ റിസൾട്ട് ആർ ഡോക്യുമെൻറ്റഡ് ആൻഡ് റിപ്പോർട്ടഡ്. അപ്പോൾ അസസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു, ഇനി അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യണം? ഡോക്യുമെൻറ്റഡ് ആക്കണം, അതുപോലെ റിപ്പോർട്ടഡ് ആക്കണം എന്നാണ് പറയുന്നത്. അസസ്മെൻറ്റ് റിപ്പോർട്ട്സ് ആർ സെൻഡ് ടു ദെയർ പാരൻസ് ഫോർ ഇൻഫോമിങ് ദെം അബൌട്ട് ദെയർ പെർഫോമൻസ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ദെയർ ചിൽഡ്രൻ. അപ്പോൾ ഈ അവരുടെ റിസൾട്ട് റിപ്പോർട്ടാക്കി കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് എന്ത് ചെയ്യും? അവരുടെ പാരൻസിന് സെൻഡ് ചെയ്യും. എന്നിട്ട് ആ അവരുടെ ചിൽഡ്രൻ്റെ പ്രോഗ്രസ്, പെർഫോമൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇൻഫോം ചെയ്യും എന്നാണ് പറയുന്നത്. ഇറ്റ് ഡിസ്കസ്ഡ് ഓൺ ദ ലേണേഴ്സ് അച്ചീവ്മെൻറ്റ് പ്രോഗ്രസ് മേ ഓൾസോ ടേക്ക് പ്ലേസ് ഇൻവോൾവിങ് സ്റ്റുഡൻസ്, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. അതുപോലെ അപ്പോൾ ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ലേണേഴ്സിൻ്റെ അച്ചീവ്മെൻ്റ് ആണ്. അതുപോലെ സ്റ്റുഡൻസ്, പാരൻസ്, ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഈ ഒരു പ്രോഗ്രസ്സിനെ കുറിച്ചിട്ട് അതിൽ ഇൻവോൾവ് ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് റിപ്പോർട്ടിംഗ് ഓഫ് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ എനി 5 പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റ് പ്രാക്ടീസസ്. അപ്പോൾ അസസ്മെൻറ്റിൻ്റെ 5 പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ ഫ്രം സമ്മാറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ഫോർമാറ്റീവ് ഇവാലുവേഷനും സമ്മാറ്റീവ് ഇവാലുവേഷനും അതിൻ്റെ ഡിഫറൻസസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക, അതിൻ്റെ ഡിഫറൻസസ് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ 2018 ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ഫോർമാറ്റീവ് ആൻഡ് സമ്മാറ്റീവ് അസസ്മെൻറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഫോർമാറ്റീവ് ആൻഡ് സമ്മാറ്റീവ് അസസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്താണെന്നും സമ്മാറ്റീവ് അസസ്മെൻറ്റ് എന്നും എഴുതണം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് പ്രാക്ടീസസ്. അതായത് നമ്മൾ കൈൻഡ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ആണ്. അതായത് നമ്മൾ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് പഠിച്ചു. ഫോർമാറ്റീവ് അസസ്മെൻറ്റ്, സമ്മാറ്റീവ് അസസ്മെൻറ്റ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് തുടങ്ങിയിട്ടുള്ളതൊക്കെ അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 2019 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, narrate the steps involved in അസസ്മെൻറ്റ് പ്രോസസ്സ്. അസസ്മെൻറ്റ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അസസ്മെൻറ്റ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സ്റ്റേജസ് ഓഫ് ആൻ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്തൊക്കെയാണ്? സെലക്ഷൻ ഓഫ് മെത്തേഡ്സ്, ദെൻ കളക്ഷൻ ഓഫ് അസസ്മെൻറ്റ് ഇൻഫോർമേഷൻ, ജഡ്ജിങ് ആൻഡ് സ്കോറിംഗ് ഓഫ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ്, സമ്മറൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ്, ദെൻ റിപ്പോർട്ടിംഗ് ഓഫ് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഉള്ളത്. 2019 narrate the steps involved in അസസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സമ്മേറ്റീവ് ആൻഡ് ഫോർമാറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഡിഫറൻസസ്, പിന്നെ അസസ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ സ്റ്റെപ്സ്, അസസ്മെൻറ്റ് പ്രോസസ്സിൻ്റെ സ്റ്റേജസ്, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.